ഗോഡ്. അപ്പോൾ നമ്മുടെ ട്രാവൽ കിറ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ കുട്ടികളെ യാത്രാ സമയങ്ങളിൽ എൻഗേജ്ഡ് ആക്കിയിരുത്താനുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്നും അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ ഞാനിവിടെ കാർഡ്ബോർഡ് ഷീറ്റ്സാണ് എടുത്തിരിക്കുന്നത്. അതിൽ കളർ പേപ്പേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. കളർ കാർഡ്സ് ആയാലും മതി, ചെറിയൊരു കട്ടി ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിന് മുകളിൽ നമ്മുടെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഇമേജിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കാറും ഒരു റൗണ്ടാണ് വരച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ വരയ്ക്കാം. എന്നിട്ട് ആ ഔട്ട്ലൈൻ പെൻസിലുകൊണ്ട് വരയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, കാരണം പിന്നീട് നമുക്കത് മായ്ച്ചു കളയാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഔട്ട്ലൈൻ്റെ മുകളിലൂടെ ഓരോ ആണിയോ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കുക. അപ്പോൾ ആ ഹോൾസ് ഉണ്ടാക്കിയ ഔട്ട്ലൈനിൽ കംപ്ലീറ്റ് ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കിയിട്ട് അത് ഈ ഔട്ട്ലൈനിൽ വരച്ച പെൻസിലുകൊണ്ട് വരച്ചത് നമുക്ക് മായ്ച്ചു കളയാം. അപ്പോൾ ജസ്റ്റ് ഇതായിപ്പോൾ ഈ ഇമേജിൽ ഇതിലിവിടെ കാണുന്നില്ലേ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഔട്ട്ലൈനാണ് ഇതിന് കിട്ടുക. എന്നിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്ലൈഡോ എന്തെങ്കിലും ഒരു സാധനം, ഒരു ശരിക്കും പറഞ്ഞാൽ സൂചിയും നൂലും കൊടുക്കുന്നത് കുട്ടികൾക്ക് അത്ര സേഫ് അല്ലാത്തതുകൊണ്ട്, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അത്ര സേഫ് അല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു ടൂത്ത് പിക്കോ അതല്ലെങ്കിൽ സ്ലൈഡ് അതിലെന്തെങ്കിലും കെട്ടിയിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് ഇതിലൂടെ ഈ ഹോൾസിലൂടെ അവരെ ചെയ്യിപ്പിക്കാം. അതിൽ കൂടെ ഇങ്ങനെ ഓരോ ഹോളിലൂടെയും ഇതുപോലെ എടുക്കാൻ പറയാം. അപ്പോൾ അവർക്കത് ഇങ്ങനെ ഇതിങ്ങനെ ത്രെഡ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി വന്ന് അത് കംപ്ലീറ്റ് ഒരു വരച്ച മാതിരി ആകുമ്പോൾ അത് കാണുമ്പോൾ വളരെ സന്തോഷമായിരിക്കും. കുറച്ച് സമയം എൻഗേജ്ഡ് ആവുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ കുറച്ച് കളേർഡ് പോപ്പ് സ്റ്റിക്സ് എടുത്തിട്ട് അതിൻ്റെ പിന്നിൽ ഡബിൾ സൈഡ് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ ഡബിൾ സൈഡ് സ്റ്റിക്കർ പെട്ടെന്ന് റിമൂവ് ചെയ്തിട്ട് അതിങ്ങനെ ഓരോ ഷേപ്സിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് കുട്ടികളെ ഇങ്ങനെ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഓരോ ഷേപ്സൊക്കെ ഉണ്ടാക്കി അവരെ ഇങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കാം. അവരെ കൊണ്ട് ഓരോന്ന് തന്നെ ഉണ്ടാക്കിപ്പിച്ചിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ കളേഴ്സ് അവരെ കൊണ്ട് ചോദിപ്പിക്കാം. അതുപോലെ അതിനെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഓരോന്ന് അവരെ കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിക്കാം. അതുപോലെ കൗണ്ട് ചെയ്യിപ്പിക്കാം. അങ്ങനെ പല പല ആക്ടിവിറ്റീസ് നമുക്ക് ഈ പോപ്പ് സ്റ്റിക്സ് ഡബിൾ സൈഡ് പോപ്പ് സ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഈ ഫ്രണ്ടിലുള്ള സീറ്റിൻ്റെ ഇങ്ങനെ ഫ്രണ്ട് സീറ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒട്ടിക്കാം. അതേപോലെ തന്നെ ഇത് ഈസിലി റിമൂവബിളാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടോ ആൽഫബറ്റ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിക്കാം. ത്രൂ ഔട്ട് എത്ര നേരം അവർക്ക് മടുക്കുന്ന വരെ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. അത് പല വെറൈറ്റി ഓഫ് ഇമേജസാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിങ്ങനെ ഒരു പേപ്പർ കൊടുത്തിട്ട് ആ പേപ്പറിലേക്ക് ഇങ്ങനെ മാറ്റി ഒട്ടിക്കാൻ പറയാം. അപ്പോൾ ഒന്നെങ്കിൽ അവർക്കത് സോർട്ട് ചെയ്യുക, മാച്ച് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അവർക്ക് ഇഷ്ടമുള്ള വിധത്തിൽ അതിങ്ങനെ ഒട്ടിക്കട്ടെ. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പല വെറൈറ്റി ഇമേജസ് ആയിരിക്കണം എന്നുള്ളതാണ്. എന്നാലേ അവർക്ക് ബോറടിക്കാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ബോറടിക്കും. ഇത് കുറച്ച് നേരം അവരെ എൻഗേജ്ഡ് ആക്കിയിരിക്കാൻ വളരെ നല്ലൊരു ആക്ടിവിറ്റിയാണ്. ഇത് ഞാനൊരു A4 സൈസ് പേപ്പറിൽ ഒരു ട്രാക്ക് വരച്ചതാണ്. ഇങ്ങനെ ട്രാക്ക് വരച്ചിട്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയ്ഡ് ചെയ്യാം പെൻസിൽ വെച്ചിട്ട്, ഒരു റോഡ് പോലെ. എന്നിട്ട് ഒരു ടോയ് കാർ കൊടുത്ത് അവരോട് ഇങ്ങനെ അതിങ്ങനെ ഓടിച്ച് കളിക്കാൻ പറയാം. കുറേ ആൺകുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനെ കളിക്കാൻ. ഇത് കുറച്ച് ബോർഡ് ബുക്സാണ്. പല വിധത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെയും ഇങ്ങനെ വെഹിക്കിൾസിൻ്റെയും പിന്നെ ABC ഉള്ള ബുക്സ്. ഇത് നമ്മൾ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അവരെ എൻഗേജ്ഡ് ആക്കാം. പക്ഷേ ഇതൊരിക്കലും നമ്മൾ മുന്നേ അവർക്ക് കാണിച്ചു കൊടുക്കരുത്. അതിനുള്ളിൽ നിന്ന് ആയിരിക്കണം കാണിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇത് ഓൾറെഡി അവർ കണ്ട് പരിചയമുള്ളതാണെങ്കിൽ പിന്നെ അതിൽ ഒരു ഇഷ്ടം ഉണ്ടാവില്ല അത് നോക്കാനൊന്നും. അപ്പോൾ ഇതും കുറച്ച് നേരം ബുക്സൊക്കെ എടുത്തിട്ട്, അതുപോലെ സ്റ്റോറി ബുക്സും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ കുട്ടിയുടെ പ്രായം അനുസരിച്ച് അതിനനുസരിച്ചുള്ള ബുക്സ് എടുക്കുന്നത് നല്ലതാണ്. ചെറിയ കുട്ടികളാണെങ്കിൽ ഇങ്ങനത്തെ ബുക്സ് ആയിരിക്കും നല്ലത്. ഞാനിങ്ങനെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ പകുതി കളേർഡാണ് ഇമേജ്, പകുതി കളേർഡ് അല്ല.
അപ്പോൾ അത് കുട്ടികൾക്ക് അതിന് ക്രയോൺസൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈ കളേഴ്സ് നോക്കിയിട്ട് അതേപോലെ അതൊക്കെ വളരെ ചെറിയ കുട്ടികൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ്. പകുതി വരച്ചിട്ട് പകുതി ഇല്ല അങ്ങനെയുള്ളതൊക്കെ. അതുപോലെ ഈ വഴി കാണിക്കാൻ പണ്ട് നമ്മൾ കളിക്കൊടുക്കലൊക്കെ കണ്ടിട്ടില്ലേ, ഈ വഴി കാണിച്ച് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ കുറച്ച് ഈ പേപ്പർ ക്രാഫ്റ്റ്സ് പോലെ എന്തൊക്കെ ചെയ്യിപ്പിക്കാം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നോട്ട് പാഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നോട്ട് പാഡ്സ് കൊണ്ട് അവർക്ക് തോണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പപ്പറ്റ് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടവും നമ്മുടെ കഴിവും പോലെ ഇരിക്കും. എനിക്ക് ഇപ്പോൾ ബോട്ട് ഉണ്ടാക്കാനൊക്കെ അറിയില്ലായിരുന്നുള്ളൂ. അപ്പോൾ ഞാനതൊക്കെ വെച്ചിട്ട് അതിങ്ങനെ ഓരോ പാട്ടൊക്കെ പാടി അതൊക്കെ ചെയ്യിപ്പിച്ച് റോയോ ബോട്ട് എന്നൊക്കെ പറഞ്ഞ് റൈംസൊക്കെ പഠിപ്പിക്കാം. ആ സമയത്ത് ഇങ്ങനെ അതൊക്കെ പാടിയിട്ട് അവരിങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കാം. അത് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. എനിക്കിതേ അറിയുള്ളൂ, അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾ വീട്ടിൽ കളിച്ചു മടുത്തിട്ടുള്ള ടോയ്സ് ഒന്നും എടുക്കരുത് നമ്മൾ ഇങ്ങനെ യാത്ര പോകുമ്പോൾ. കാരണം അവർക്ക് ഓൾറെഡി മടുത്ത സാധനങ്ങൾ വെച്ച് കളിക്കാൻ താല്പര്യമില്ല. അതിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വെക്കുക. ഈ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടാവരുത്. അത് ആ സമയത്ത് മാത്രം, ആവശ്യമുള്ള സമയങ്ങളിൽ ഇങ്ങനെ അവർക്ക് ബോറടിക്കുമെന്ന് തോന്നുമ്പോൾ ഓരോന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അറ്റ് എ ടൈം എല്ലാം കാണിക്കരുത്. അതേപോലെ മുന്നേക്കൂട്ടിയും അതൊന്നും കണ്ടിട്ടുണ്ടാവരുത്. അപ്പോൾ അവർക്കതൊരു ബോറടിയായി മാറും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.